ഫസ്റ്റ് ലെറ്റർ ഉണ്ടാ ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റ് ലെറ്ററോട് നോക്കി വീക്കായി പോകുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ ഭയങ്കര സ്ട്രോങ് ബോൾഡ്. പുള്ളിയുടെ സ്ട്രഗിൾസ് ആണ് ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിനേക്കാൾ ഉപരി നമ്മളാണ് ഈ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തോന്നൽ, നമുക്ക് നമ്മളാണ് ഇത് അനുഭവിക്കുന്നത് എന്നൊരു ഫീൽ ഈ ഒരു പുസ്തകത്തിൽ കിട്ടുന്നത്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആടുജീവിതത്തിന്റെ 2ാമത്തെ ട്രെയിലറാണ്. പടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ട്രെയിലറിലേക്ക് പോകാം, കാരണം അതുപോലെ എക്സൈറ്റഡ് ആണ്. നൈസ് നഗൊക്കെ കണ്ടോ? പോകാൻ പറ്റില്ല. ഫ്രെയിമാണ്. മോനെ ഫ്രെയിമൊക്കെ വെച്ചേക്കുന്നേ. രാജ്കുമാർ മ്യൂസിക് നൈസാണ് അല്ലേ? ശ്രീകർ പ്രസാദ്. अंदर से कोई बाहर ना जा सके. ആർക്കും പോവാൻ പറ്റത്തില്ല അല്ലേ? ഭയങ്കര സിമ്പിൾ ട്രെയിലർ, പക്ഷെ അതെ മരുഭൂമിയുടെ ഭംഗി വല്ലാണ്ട് ഭയങ്കര ഇന്റൻസ് സാധനമാണ് അല്ലേ? മ്യൂസിക്കും പക്കയായിട്ട്. ഇപ്പൊ ട്രെയിലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ഒക്കെയാണ് വന്നേക്കുന്നത്. എല്ലാത്തിന്റെയും നല്ല രീതിയിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രൊജക്ട് ചെയ്തപ്പോണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോഴത്തേക്കിനും അതിന്റെ ഒരു ഇതും. പിന്നെ പൃഥ്വിരാജിന്റെ കുറെ നല്ല പൃഥ്വിരാജിനെ കാണിച്ച സീനുകളൊക്കെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ളതാന്ന് തോന്നുന്നു. കണ്ണാടി നോക്കുന്ന സീനായാലും ആ സമയത്തൊക്കെയുള്ള റിയാക്ഷനൊക്കെ. അപ്പം പടം കുറച്ചുകൂടെ പ്രോമിസിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഹൈപ്പിനെ കുറച്ചുകൂടെ കൂട്ടാൻ സഹായിക്കും. അല്ലെങ്കിൽ എന്തായാലും കാണാനായിട്ടുള്ള ഒരു തോര കുറച്ചുകൂടെ കൂടുതലാക്കുന്നുണ്ട്. നല്ലതായിട്ടാണ്. ആടാണോ ഒട്ടകാണോ എന്ന് എനിക്ക് കണ്ടിട്ട് ഒട്ടകമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു കണ്ണ് കാണിക്കുന്നുണ്ട്, എന്നത്തെ നമ്മുടെ പൃഥ്വിരാജിന്റെ റിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഓപ്പണിംഗ് സീൻ തന്നെ ഇഷ്ടപ്പെട്ടു. നടുക്ക വെള്ളം ഇങ്ങനെ എഴുതുന്നില്ലേ, ആ ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിഷ്വൽ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ ക്ലൈമാക്സിലോ എടുക്കുമ്പോൾ ഒരു രക്ഷപ്പെട്ട് വരുന്ന ഒരു പോയിന്റിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആന്റിസിപ്പേറ്റ് അല്ലെങ്കിൽ സർപ്രൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറിന്റെ 14 വർഷത്തെ കഷ്ടപ്പാടാണ് ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ. പിന്നെ ഈ പറയുന്ന പോലെ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ മനുഷ്യന്റെ യഥാർത്ഥ കഥയും കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, നമ്മൾക്ക് നേരിട്ട് കണ്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന അവസരം. പിന്നെ AR റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക്കൽ മജീഷ്യന്റെ ഒരു മ്യൂസിക്കൽ വേൾഡ് എക്സ്പീരിയൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക എന്നൊരു കാര്യം. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ കഷ്ടപ്പാടും ഡെഡിക്കേഷനും ട്രാൻസ്ഫോർമേഷനും ഒക്കെ. പിന്നെ നമുക്ക് ട്രെയിലറിൽ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്ന അമല പോളിനെയാണ് നായികയായിട്ട്. അമല പോളും പൃഥ്വിരാജും തമ്മിൽ 2-3 കോമ്പിനേഷൻ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. നല്ലൊരു പ്രോമിസിങ് ആക്ട്രസ് ആണ്. നോവല് സിനിമയാകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വായിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ വരാതിരിക്കുമോ, അങ്ങനെയുള്ള കുറച്ച് ആകുലതകളൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആൻറ്റിസിപ്പേഷനും ഉണ്ട്. ഇത് വായിച്ച സാധനം നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കാസ്റ്റ് ആൻഡ് ക്രൂ ആൻഡ് മേക്കിങ്, ഇത്രയും 14 വർഷത്തെ ആ മനുഷ്യന്റെ കഷ്ടപ്പാട് അതുപോലെ തന്നെ വിജയമാവട്ടെ എന്ന് വിചാരിക്കുന്നു. ബുക്ക് 3 ദിവസം കൊണ്ട് വായിച്ചു തീർത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫാസ്റ്റ് പേസിലാണ് വായിച്ചു തീർത്തത്. ബ്ലെസ്സിയുടെ കഴിഞ്ഞ സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു സ്ട്രോക്ക് പേസ്റ്റിൽ കൂടുതൽ ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതിയിൽ പടങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ പെട്ടെന്ന് വായിച്ചു തീർത്തവരുടെ മനസ്സിൽ എപ്പോഴും ആടുജീവിതം ഒരു ത്രില്ലറാണ്, സർവൈവൽ ത്രില്ലറാണ്. ഇവിടെ വരുമ്പം ഡ്രാമ എന്നുള്ള രീതിയിലാണ്. അത് എങ്ങനെ ഓഡിയൻസ് എടുക്കും എന്നുള്ളൊരു കാര്യത്തിൽ പ്രശ്നം വരത്തില്ലേ? പക്ഷെ എനിക്ക് എന്തോ ഈ പടത്തിൽ പുള്ളിയെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, പുള്ളി ഇത് ഫാസ്റ്റ് പേസിലായിരിക്കും. എനിക്ക് അറിയത്തില്ല, ഇതിന്റെ ട്രെയിലറും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടത് വെച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് നമുക്ക് ത്രില്ലിംഗ് ആയിട്ട്
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് പറഞ്ഞാൽ അവസാനത്തെ ഒരു കുറച്ച് സീക്വൻസ് മാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നു, ത്രില്ലർ രീതിയിൽ വരുന്നത് ഫാസ്റ്റ് പേസിൽ. ബാക്കിയൊക്കെ ആ ഒരു ഇമോഷൻ കൺവേണമെന്നുണ്ടെങ്കിൽ ആ ഡ്രാമ അങ്ങനെ തന്നെ പോകണം, കുറച്ച് സ്ലോ പേസിൽ തന്നെ കാണിച്ചാൽ ആ ഒരു നമുക്കൊരു ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പൊ സിനിമ കഴിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ കൂടി നമുക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് കണക്ഷൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഡ്രാമ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും പടം. നമ്മളെ ബുക്ക് വായിച്ച ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഇവിടെ തിയേറ്റർ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പേസിന്റെ കാര്യമാണ്, അതെങ്ങനെ ആവും എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെയുണ്ട്. മൊത്തത്തില് സിനിമ എന്തായാലും എക്സ്പെക്ടിങ് ആണ്, മോസ്റ്റ് എക്സ്പെക്ടഡ് സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഇത്. കാരണം ആ വലിയൊരു സ്ക്രീനിൽ ഈ വിഷ്വൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടെ നമ്മൾ ആ സിനിമയായിട്ട് കുറെ കൂടെ കണക്റ്റഡ് ആവും തോന്നുന്നുണ്ട്. പിന്നെ മൊത്തത്തില് ഇത്ര കാലമായിട്ട് നമ്മളും വായിച്ചിരിക്കുന്ന ബുക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മൊത്തത്തില് ഹൈലി എക്സൈറ്റിംഗ് ആണ്. ഞാൻ ഈ പറഞ്ഞോട്ട് പുസ്തകമൊന്നും വായിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ ട്രെയിലർ കണ്ടപ്പോഴാണ്. പക്ഷെ ഈ പറഞ്ഞോട്ട് വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടി. ഈ പറഞ്ഞ വലിയൊരു സ്കെയിലിൽ നല്ലൊരു പക്ക മേക്കിങ്ങിലായിരിക്കും ഒരു പടം വരുന്നതെന്ന് എന്തായാലും നമുക്ക് ഉറപ്പായിരിക്കും. പിന്നെ ഇതിൻ്റെ പേസ് ഡ്രാമയാണെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ത്രില്ലർ ആണെങ്കിലും ഏതാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട കഥയാണ് അത്. ഇത്രയും വലിയൊരു സ്ക്രീനിൽ അത്രയും ക്വാളിറ്റിയിൽ കാണുക, പിന്നെ ഈ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് കാണുക, അതൊക്കെയാണ് ഈ പടത്തിലെ ഏറ്റവും ഇത് നമ്മളെ നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റും കൂടി ആയിരിക്കും. കാരണം ഒരു പക്ഷേ ഈ സിനിമ മലയാള ഇൻഡസ്ട്രിയുടെ തന്നെ സുഷീൻ പറഞ്ഞ പോലെ സീൻ മാറ്റിയേക്കാം. കാരണം എല്ലായിടത്തേക്ക് റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞ പോലെ അധികം ഡയലോഗ്സ് വരാത്തത് കൊണ്ട് തന്നെ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മേ ബി അങ്ങനെ ഒരു സീൻ മാറ്റാൻ ചാൻസ് ഉള്ള പടം കൂടെയാണ് ട്രെയിലർ വെച്ചിട്ടും. രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഈ പടത്തിന്. ആസ് ആൻ ആർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ കാണാം, ആസ് എ കൊമേഴ്ഷ്യൽ മൂവിയിൽ നിന്ന് വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു പടമായിരിക്കും എന്ന് എൻ്റെ ഒരു പ്രതീക്ഷ ആടുജീവിതത്തെ കുറിച്ച്. ഈ സിനിമയ്ക്ക് പറഞ്ഞ ലാംഗ്വേജ് ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന് ബുക്കിൽ തന്നെ അധികം ഡയലോഗ്സിന്റെ കാര്യം വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞാൽ തുടക്കം ഈ പുള്ളി പോകുന്ന സീനില്ലേ, നാട്ടിൽ നിന്ന് പോകുന്ന സീനിൽ മാത്രമേ ഉള്ളായിരിക്കും ഡയലോഗിന് അത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നീട് ഫുൾ ഇമോഷൻ ആക്ടിങ്ങിലൂടെ തന്നെ ആയിരിക്കും, പെർഫോമൻസ് വെച്ചായിരിക്കും ഇമോഷൻസ് കൺവേ ആവുന്നത്. ആരോടും മലയാളം സംസാരിക്കും നാടിനോട് സംസാരിക്കുന്ന സീനൊക്കെ ഉണ്ട്, ബുക്കിലുണ്ട്. സംസാരിക്കണമെന്നില്ലല്ലോ, അങ്ങോട്ട് സംസാരിക്കാമല്ലോ, ഇഷ്ടപ്പെടുവല്ലേ. മറ്റേ ജാനിമനത്തില് ബേസിൽ വരത്തില്ല, സംസാരിച്ച് കൊതി തീരുന്നില്ല. മീൻസ് ഒറ്റപ്പെട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് ആൾക്കാരോട് സംസാരിക്കാനായിട്ട് ആരുടെയെങ്കിലും മിണ്ടണ്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ്. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റു ദിവസം കാണുന്നവരെ ബൈ.